ചങ്ങായിമാർ ഒന്നും പറയണ്ട. നമ്മളെ റിപ്പോർട്ടർ ചാനലിലെ സംഗീണി സുജയ പാർവതിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല. ഇന്ന് സുജയ പാർവതിക്ക് റിപ്പോർട്ടറിന്റെ മുതലാളി 8ന്റെ പണി കൊടുത്ത്. അതായത് ഇന്നലെ വരെ രാഹുൽ ഗാന്ധിനെ കുറ്റവും പറഞ്ഞ് ചീത്തയും പറഞ്ഞിരുന്ന സുജയ പാർവതി ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞത് പക്ക സത്യാന്നും പറഞ്ഞിട്ട് സംഘികളെ കുറ്റം പറയേണ്ട അവസ്ഥയുണ്ടാക്കി. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഇന്ന് വിഷം ഇറക്കിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് റിപ്പോർട്ടർ ചാനലിൽ കണ്ടത്. സുജയ പാർവതി ഓരോ കാര്യം പറയുമ്പോ ഉള്ളിലിങ്ങനെ കരഞ്ഞിട്ട് മുഖത്തെ ഗൗരവം പുറത്തുവിടാണ്ട് ഇങ്ങനെ പിടിച്ചടക്കി വെച്ച് വാർത്ത പറയുന്നത് കേൾക്കാൻ എന്തൊരു രസാന്നറിയാം. ശത്രുക്കൾക്ക് വരെ സുജയ പാർവതിന്റെ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. എന്തായാലും നമുക്ക് സംഗീണ സുജയ പാർവതി ഉള്ളിൽ കരഞ്ഞുകൊണ്ട് വാർത്ത വായിക്കുന്ന ആ മനോഹരമായ ദൃശ്യം ഒന്ന് കണ്ടിട്ട് വന്നല്ലോ. ബംഗളൂരു സെൻട്രലിലെ മഹാദേവ നഗറിലെ ആ വീട് കണ്ടെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട്. മുനീർ റെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികളാണ് വ്യാജ വോട്ട് ആരോപിക്കപ്പെട്ട സ്ഥലം. നിലവിൽ ഒരാൾ മാത്രം താമസിക്കുന്ന ഇവിടെയാണ് 80 വോട്ടർമാരുടെ മേൽവിലാസമുള്ളത്. നമുക്ക് ആദ്യം ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. 2 പേർക്ക് മാത്രം താമസിക്കാവുന്ന മുറികളാണ് ഇവിടെയുള്ളത്. വോട്ടർ പട്ടികയിലെ 80 പേർ അജ്ഞാതരാണ്. മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്നവരെന്നാണ് കെട്ടിട ഉടമയുടെ വിശദീകരണം. നിലവിൽ ഒരാൾ മാത്രമാണ് ഇവിടെ താമസമുള്ളത്. BS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാറ്റ്സ് ഓഫ് BS രഞ്ജിത്ത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന്റെ തെളിവാണ് രഞ്ജിത്ത് ഇപ്പോൾ തേടി ബംഗളൂരു സെൻട്രലിൽ മഹാദേവ നഗറിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വ്യാജ വോട്ട് നടന്നു എന്ന് പറയുന്ന ആ മുറിയിൽ മുൻപ് എത്ര കാലമായി താമസിച്ചവരാണ് ആ രേഖകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എത്രയും പേർ ആ ഒറ്റ മുറിയിൽ താമസിച്ചിട്ടുണ്ടോ? നമ്മൾ അവിടെ എത്തുമ്പോൾ നടത്തുന്ന വസ്തുതാ പരിശോധനയിൽ നിന്ന് ബോധ്യമാകുന്നത് എന്താണ് രഞ്ജിത്ത്? സുജ, ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന കാലങ്ങളായി വാടകയ്ക്ക് കൊടുക്കുന്ന ലൈൻ മുറികളാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ലൈൻ മുറികളാണ്. ആ ലൈൻ മുറികളിൽ ഏകദേശം ഒരു 40ഓളം മുറികളുണ്ട്. നമ്മൾ 1 മുതൽ 40 മുറികളിലും നമ്മൾ ഓരോ മുറികളും പോയി അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അതിൽ ഈ 35ാമത്തെ മുറിയുടെ നമ്പറിലാണ് 80 പേരുടെ വോട്ടർ പട്ടികയിൽ പേരുള്ളത്. ഈ 80 പേര് അവിടെ മുൻകാലങ്ങളിൽ താമസിച്ചു വരുന്നവരാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു ഫുഡ് ഡെലിവറി ബോയ് ആണ്. ആ ഫുഡ് ഡെലിവറി ബോയും അദ്ദേഹത്തോടൊപ്പം ഒരാൾ കൂടി താമസിക്കുന്നുണ്ട്. ഈ 2 പേർ മാത്രമാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ മുറി പൂട്ടിക്കിടക്കുകയായിരുന്നു. അദ്ദേഹം പുറത്തുപോയി എന്നുള്ളതാണ് തൊട്ടടുത്ത മുറിയിലുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹൗസ് ഓണറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നേരത്തെയൊക്കെ കുറെ ആളുകൾ താമസിച്ചിരുന്നു. ഇപ്പൊ താമസിക്കുന്ന അദ്ദേഹം ഒരു 6 മാസമായി അവിടെ ഉണ്ട്. അതിനു മുമ്പ് അവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഇങ്ങനെ മാറി വരുമ്പോൾ ഇവർ മാറിപ്പോയവരാണ് എന്നും പുതിയ വോട്ടർമാർ അല്ലെങ്കിൽ പുതിയ താമസക്കാരുണ്ട് എന്നും ഈ ഹൗസ് ഓണർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ അറിയിക്കേണ്ടതും പുതിയ വോട്ടർ പട്ടിക വരുമ്പോൾ പഴയ ആളുകളുടെ പേര് വെട്ടുകയും അല്ലെങ്കിൽ പഴയ ആളുകൾക്ക് വേറെ ഇടങ്ങളിൽ വോട്ട് ഉണ്ടാകുമ്പോൾ അവരവിടെ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനത്തെ നടപടിക്രമങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇനി അങ്ങനെ പഴയ കാലത്ത് താമസിച്ചിരുന്നവരാണെങ്കിൽ പോലും 80 പേരൊക്കെ ആ മുറിയിൽ താമസിക്കണമെങ്കിൽ ഏകദേശം ഒരു 5-10 വർഷം മുമ്പൊക്കെ ആയിരിക്കണം അവിടെ താമസിച്ചു വരുന്നവരായിരിക്കണം. ഏതായാലും സാധ്യത വളരെ കുറവാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ധാരാളം ഇരട്ട വോട്ടുകൾ എന്ന് പറയാൻ പറ്റില്ല, ഇത്തരം ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലുണ്ട്. കെട്ടിട നമ്പർ 1 ആയിരിക്കും. ആ കെട്ടിട നമ്പറിൽ തന്നെ നിരവധി പേർ താമസിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വലിയ കെട്ടിടമാണെന്നൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്തൊക്കെ ധാരാളം ആളുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു. നമ്മൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്നു, ആ ഭാഗത്ത് ആ മുറി പരിശോധിക്കുന്നു. 35ാമത്തെ മുറിയാണ്, അത് പൂട്ടിക്കിടക്കുകയായിരുന്നു. തൊട്ടടുത്ത റൂമിൽ അവിടെ എത്ര പേർ താമസിച്ചു നമ്മൾ ചോദിച്ചു. ഇപ്പോൾ നിലവിൽ 2 പേർ മാത്രമാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആ കെട്ടിട ഉടമയായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. പക്ഷേ അത് അവിടെ ആ കെട്ടിടങ്ങൾ ഏൽപ്പിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിച്ച വ്യക്തി. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അവിടെ നേരത്തെ താമസിച്ചിരുന്ന ആളുകളുടെ പേരുകളായിരിക്കാം ഇപ്പോൾ എങ്ങനെയാണ് ഇത്രയും പേർ വന്നതെന്ന് അറിയില്ല. ഏതായാലും അതിൽ ഈ വീട്ടുടമയ്ക്ക് പങ്കില്ല എന്ന അർത്ഥത്തിലാണ് അവിടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. BS രഞ്ജിത്ത്, നിലവിൽ ഇപ്പോൾ താമസിക്കുന്ന ആൾക്ക് വോട്ടുണ്ടോ, അതോ മറ്റേ ABCD അത് തന്നെയാണോ അഡ്രസ്സായിട്ട് അയാളുടെ വന്നിരിക്കുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് സുജയ പാർവതി പൊട്ടിക്കരികയായിരുന്നു. ആ ഫ്ലോറിൽ പൊട്ടിക്കരികയായിരുന്നു സുഹൃത്തുക്കളെ. എന്നാലും എന്റെ റിപ്പോർട്ടിന്റെ മുതലാളി നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെ. ഇനി എന്തായാലും ഉണ്ടല്ലോ നമ്മൾ സുജയ പാർവതി റിപ്പോർട്ടറിന് രാജിവെച്ചിട്ട് നേരെ മറ്റേ ടീമിലേക്ക് പോകും. വിസർജനത്തിന് ഇങ്ങാട്ട് വലിയ വിസർജനം ഉണ്ടല്ലോ, വ്യാഷ്യാനെറ്റ്. അതായത് നമ്മളെ BJPന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള വ്യാഷ്യാനെറ്റിലേക്ക് പോകും. അവിടെ നിന്നായിരിക്കും ഈ സംഘ്യ സുജയ പാർവതിയുടെ യുദ്ധം മലയാളികൾ കാണാൻ പോകുന്നത്. എന്നാലും ഇമാതിരി പണി കൊടുക്കാൻ പാടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മറ്റേ ചങ്ങായി അവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സുജയ പാർവതിന്റെ മുഖം കുറെ സമയത്തേക്ക് റിപ്പോർട്ടർ ചാനലിൽ കാണിച്ചിട്ടില്ല. അനക്കൊന്ന് കണ്ണീര് തുടക്കലായിരിക്കും. അതാണ് കുറെ സമയത്തേക്ക് കാണിക്കേണ്ടതിന്. ലാസ്റ്റ് കണ്ണീരൊക്കെ തുടച്ചിട്ട് അവസാന ആണിയും BJPയുടെ നെഞ്ചിലേക്ക് സുജയ പാർവതി തന്നെ അടിച്ചു. ABCD അഡ്രസ്സുള്ള ആൾക്കാർ അവിടെയാണ് താമസിക്കുന്നത്. എന്നാലും എന്റെ സുജയ പാർവതി ചേച്ചി, ഇത് നിങ്ങൾ എങ്ങനെ സഹിക്കും? നിങ്ങളുടെ സംഘികൾ എങ്ങനെ സഹിക്കും? എന്നാലും നിങ്ങളെ സംഘികളെ നിങ്ങൾ തന്നെ ഇങ്ങനെ ഉക്കാൻ പാടുണ്ടായിരുന്നു. ഇനി ഏതായാലും സുജയ പാർവതി ചേച്ചിയുടെ ഈ മനോഹരമായ കരച്ചിലിന് ശേഷം സംഘികളുടെ ഒരു പൊന്നോമന പുത്രനുണ്ട്. സംഘികൾ യുവരാജ് സിംഗ് എന്നാണ് വിളിക്കുന്നത്. പേര് യുവരാജ് ഗോകുൽ എന്നാണ്. അവന്റെ എന്താണ് അവനെന്തോ യുവരാജ് സിംഗ് എന്നാണ്. ചാനൽ ചർച്ചയിൽ പേടും അണ്ടിപ്പേടും ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അവിടെ നല്ല കളിക്കാരനെ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പുറത്ത് അവതാരികന്റെ എടുക്കുന്ന
ബോളിങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ ഒരൊറ്റ ഓട്ടാണ്, എടപ്പാളോട്ടം ഓടും. അമ്മാതിരി മരമോ ഇതാണ് ഈ യുവരാജ് ഗോകുൽ എന്ന സംഘി. ഇന്നലെ മനോരമ ചാനലിലെ നിഷാ പുരുഷോത്തമൻ ഈ യുവരാജ് ഗോകുലിന് നല്ല ബൗൺസർ എറിഞ്ഞു. ബൗൺസർ ഏറി കിട്ടിയതോടുകൂടി കണ്ടം വഴി ഓടി സംഘിയുടെ യുവരാജ് സിംഗ് ഒരേ ഓട്ടം ഓടി. ഓട്ടത്തിൽ അവിടെ ഇനിയിപ്പോ പുല്ല് വരെ മുളക്കൂല. നമുക്ക് എന്തായാലും യുവരാജ് ഗോകുലിന് നിഷാ പുരുഷോത്തമൻ നല്ലോണം കൊടുക്കുന്നതും കാണാം. തൂറി എറിയുക എന്നുള്ള പരിപാടി യുവരാജ് കാണിക്കുന്ന വീഡിയോ കണ്ടിട്ട് വരാം. വാ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്നു, ഭരണഘടനാ സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ നിങ്ങളുടെ വാദങ്ങൾ പറയാം. അതിനു മുൻപ് എന്റെ മറ്റൊരു സംശയം, ഈ വിഷയം ഇന്നലെ ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ബംഗളൂരു സെൻട്രൽ MP ശ്രീ PC മോഹന്റെ പ്രതികരണം തേടി. അദ്ദേഹമാണല്ലോ ഈ വിജയിച്ചു വന്നയാൾ. അതിൽ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ബംഗളൂരു സെൻട്രലിലെ വോട്ടർമാരെ, പ്രത്യേകിച്ച് തനിക്ക് വോട്ട് ചെയ്ത ഹിന്ദു വോട്ടർമാരെ അവഹേളിച്ചു എന്നാണ്. ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഹിന്ദു മുസ്ലിം ഒക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ്? അല്ല നിഷ, അത് ഹിന്ദു മുസ്ലിം എന്തിനു കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയട്ടെ. അതിനകത്ത് ഞാനിപ്പോ അതിനകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ ചോദ്യം കൂടി ചോദിക്കുന്നു ശ്രീ യുവരാജ് ഗോകുൽ. 2 വാചകത്തിൽ ഞാൻ ഉത്തരം പ്രതീക്ഷിക്കുകയാണ്. അതിനുശേഷം അടുത്ത റൗണ്ടിൽ ഞാൻ വരാം. മഹാദേവ്പുര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ, അത് ആ ഡാറ്റ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് BJP നിലപാട്. ശരിയല്ലേ? താങ്കൾ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതെ, തീർച്ചയായിട്ടും. അതായത് വീട്ടുപേര് 0 വന്നിട്ടിരിക്കുന്നതും അച്ഛന്റെ പേര് ABCD എന്നിട്ടിരിക്കുന്നതും അടക്കമുള്ളതെല്ലാം ശരിയായ വോട്ടർമാരാണ്, ശരിയായ വോട്ടർമാരുടെ ലിസ്റ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് കൊടുത്തത്. ആളുകളുടെ വീട്ടുപേര് 0 എന്നാവാം, അച്ഛന്റെ പേര് XYZ എന്നാവാം, അതൊക്കെ വളരെ സ്വാഭാവികമെന്നാണ് BJP വിശ്വസിക്കുന്നത്. അല്ലല്ല നിഷ അതിലേക്ക് കൊണ്ടുപോകാതെ ഞാൻ അതിലേക്ക് വരാം. രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ഒരു വശം മാത്രമാണ് താങ്കൾ പറഞ്ഞത്, അത് മുഴുവൻ ഞാൻ കേട്ടു. രാഹുൽ ഗാന്ധി പറഞ്ഞ 2ാം വശത്തെ കുറിച്ച് താങ്കൾ പറയുന്നില്ലല്ലോ. വീട്ടുപേര് 0, അച്ഛന്റെ പേര് XYZ, അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിയായ വോട്ടർമാർ തന്നെയാണെന്ന് BJPക്ക് ബോധ്യമുണ്ടോ? ഇല്ല, ബോധ്യമില്ല. ഞങ്ങൾ എന്തിനാ അതിനകത്ത് ബോധ്യപ്പെടേണ്ട കാര്യം? അപ്പൊ ആ ഡാറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ട് എന്ന് BJPക്ക് ബോധ്യമുണ്ട് അല്ലെ? അതെ. അപ്പൊ വോട്ടർ പട്ടികയിൽ അദ്ദേഹം ഇന്നലെ കാണിച്ച വോട്ടർ പട്ടികയിൽ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് BJPക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ ബീഹാറിൽ ഉൾപ്പെടെ, അതുകൊണ്ടാണല്ലോ ബീഹാറിൽ ഉൾപ്പെടെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പരിപാലനമായ ഭരണഘടനാ സ്ഥാപനം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് മര്യാദയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ശ്രീ യുവരാജ് ഗോകുൽ? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിയോജിപ്പുണ്ടെങ്കിൽ ഒരു വാർത്ത, ഞാനൊരു ഉരുളലുമല്ല. എന്റെ ചോദ്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനത്തിലൂടെയോ വാർത്താക്കുറിപ്പിലൂടെയോ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സംശയങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് മറുപടി പറയാം എന്ന് താങ്കൾ യുവരാജ് ഗോകുൽ കാണിക്കുന്ന ആർജവം പോലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാവും? യൂത്ത് കോൺഗ്രസ് വർക്കേഴ്സ് അറസ്റ്റഡ് ഫോർ യൂസിംഗ് ഫേക്ക് വോട്ടർ ഐഡീസ് ഡ്യൂറിംഗ് ലോക്കൽ പോൾസ്. 22 ശ്രീ യുവരാജ് ഗോകുൽ, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് യൂത്ത് കോൺഗ്രസിലേക്ക് പോവാതെ ഞാൻ ചോദിക്കുന്നത്, രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്, വഴിയോ പോയാലുമല്ല, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, നേരിയ മാർജിനിൽ ഭരിക്കുന്ന ഒരു സർക്കാർ, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് സോഴ്സസ് എന്ന് പറഞ്ഞത് കൊടുത്തോളൂ, സോഴ്സസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് അയച്ചിട്ട് മാളത്തിൽ ഒളിച്ചിരിക്കാതെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായി പറഞ്ഞുകൂടാ? എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രസ്താവനയോ? ശ്രീ യുവരാജ് ഗോകുൽ സോഴ്സസ് എന്ന് പറഞ്ഞ് വ്യക്തിപരമായി അയച്ചു കൊടുക്കും മാധ്യമപ്രവർത്തകർക്ക്. എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ എന്ന് സ്വയം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ. ഞാൻ വായിച്ചു തരാം, അദ്ദേഹം അയച്ചിട്ടുള്ള മെസ്സേജുകൾ ഞാൻ വായിച്ചു തരാം. ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല, ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് തന്നെ സോഴ്സസ് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുന്ന സെന്റൻസുകൾ ഞാൻ വായിച്ചു തരാം താങ്കൾക്ക്. അതുകൊണ്ട് ഭരണഘടനാ സ്ഥാപനത്തിന്റെ പരിപാലനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആവണം ശ്രീ യുവരാജ് ഗോകുൽ. അതിനുശേഷമാണ് പരിപാലനത്തെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് യുവരാജ് ഗോകുൽ എന്ന് പറഞ്ഞ ചാണക സംഖ്യ തൂറി എറിയില്ലെന്ന്, തൂറി എറിഞ്ഞിട്ട് തുണിയും പൊക്കി കാണിച്ചിട്ട് ഒറ്റ ഓട്ടാന്ന്, എടപ്പാള ഓട്ടം. ആ വഴിയിൽ പുല്ല് വരെ മുളക്കാത്ത എടപ്പാള ഓട്ടം. എന്നിട്ട് സംഘികൾ പറയും മാസ് ഗോകുൽ, മാസ് ഗോകുൽ. ഉണ്ട ഗോകുലാന്ന്, ഉണ്ട യുവരാജ് ഗോകുൽ. ഒലക്കന്റെ മൂട് യുവരാജ് പോലും. ഇതാണ് ഇവന്റെയൊക്കെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം ചോദിക്കുമ്പോ ഒരക്ഷരം മിണ്ടാനില്ല. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് രാഹുൽ ഗാന്ധിന്റെ വ്യക്തിപരമായിട്ട് അവഹേളിക്കല്ലാണ്ട് ഇവർക്ക് വേറെ ഒരു മറുപടിയില്ല. നമുക്ക് ഇനി ഉണ്ടല്ലോ നമ്മളെ ആശ്മി അവസാനത്തെ ആണിയും നമ്മളെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നെഞ്ചത്ത് പഠിച്ച് നമ്മളെ സംഘികളുടെ നെഞ്ചത്ത് പഠിച്ച് നമുക്ക് എന്തായാലും ആശ്മിന്റെ നല്ലൊരു ഇന്റർവ്യൂ കൂടി കേൾക്കാം. സംഘികളുടെ അണ്ണാക്കിലല്ല അന്നനാളത്തിൽ. അതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ദേവപ്രതിഷ്ഠയോട് ആരാധന കൊണ്ടല്ല. സഭാതലങ്ങളിൽ നമ്മുടെ ശബ്ദങ്ങളെ തെരഞ്ഞെടുത്തയക്കുന്ന പ്രക്രിയ അതുണ്ടായ കാലം മുതൽ അങ്ങേയറ്റം ക്രെഡിബിൾ ആയതുകൊണ്ടാണ്, പവിത്രമായി ഡിവൈനായി കാണപ്പെട്ടതുകൊണ്ടാണ് രാജ്യത്തിന്റെ അധികാര സഭകളെ നമ്മൾ ആരാധനയോടെ വിളിക്കുന്നത് സാങ്ക്ടം സാങ്ക്ടോറിയം ഓഫ് ഡെമോക്രസി അഥവാ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ. ആ പവിത്ര പ്രതീകത്തിന് നക്ഷത്ര വെളിച്ചം നഷ്ടപ്പെടുത്തിയ ആരോപണങ്ങൾ, ആ ക്രെഡിബിലിറ്റിയുടെ തിരുനെറ്റിയിൽ തീരാ സംശയത്തിന്റെ കളങ്കച്ചാർത്തുകൾ പല വർഷങ്ങൾ കേൾക്കുന്നതാണെങ്കിലും പോയ 48 മണിക്കൂറുകൾ അതൊന്നും കേവല ആരോപണങ്ങളല്ല.
ആ മാധ്യമങ്ങളോട് മിണ്ടാൻ മടിക്കാത്ത ഏകപക്ഷീയ റേഡിയോ ബാത്തുകളല്ലാതെ ഏത് ചോദ്യത്തിന് എത്ര മണിക്കൂർ മുട്ടുപറക്കാതെ മറുപടി പറയാൻ കെൽപ്പുള്ള ഒരുത്തൻ, നാടിന്റെ പ്രതിപക്ഷ നേതാവ്, ഈ രാജ്യത്തിന്റെ ഒഫീഷ്യൽ പേപ്പറുകൾ തെളിവടക്കം ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് മണിക്കൂറുകൾ 110 കാര്യമായൊന്നും മിണ്ടാതെ പോയി ഓത്തെടുത്തുക എന്നൊക്കെ ചട്ടം പറഞ്ഞ് ഒടിക്കലല്ലാതെ ആധികാരിക ആരോപണത്തിന് ആധികാരിക മറുപടി പറയേണ്ട കമ്മീഷൻ കമാന്നും മിണ്ടിയിട്ടില്ല. ആ എന്റർ കീയുടെ ഒറ്റ ക്ലിക്കിൽ 5 മിനിറ്റിൽ ക്ലാരിറ്റിയാണ്. ആ മെഷീൻ റീഡബിൾ രേഖ കൊടുക്കാതെ എന്നാ നീ അങ്ങ് തെളിയിച്ചു കാണിക്കടാ എന്ന പുച്ഛത്തിൽ തള്ളിക്കൊടുത്ത 7 അടി പൊക്കത്തിൽ ടൺ കണക്കിന് പേപ്പറാണ്. 6 മാസം 40 പേർ ബ്രേക്ക് എടുക്കാതെ ഇരുന്ന ഡേറ്റാ മൈനിങ് ആണ്. ആ രേഖകൾ കള്ളമാണെന്ന് പറയാൻ അത് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ തൂക്കിക്കളയും മൂക്കിൽ കയറ്റുമെന്ന് വെറുതെ ഒരു കള്ളക്കേസ് എടുക്കാനെങ്കിലും വായിൽ നാക്കുണ്ടോ? മേലാവിലെ തമ്പ്രാക്കളെ കമ്മീഷൻ സാറുമാരെ നട്ടല്ലുറപ്പുണ്ടോ? നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് നെറികെട്ട പണിയിലൂടെയാണ്. ഡേറ്റ കിട്ടിയാൽ 15 മിനിറ്റിൽ തെളിയിക്കാം എന്ന നീർക്കുന്നവർ വെല്ലുവിളി ഏറ്റെടുത്ത ഡേറ്റ കൊടുക്കാൻ കരുത്തില്ലെങ്കിൽ, വായിൽ മത്തം കുത്തിയിരിപ്പാണെങ്കിൽ ആ തലതാഴ്ത്തിയിരിപ്പ് മാനക്കേടാണ്, അട്ടർ ഡിസ്ഗ്രേസിന്റെ പരകോടിയാണ്. ഈ മഹാരാജ്യത്തെ നാണം കെടുത്താതെ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. വെളിച്ചം കയറാത്ത കുടുസുമുറിയിലെ 80 വോട്ടർമാർ, വോട്ടർ പട്ടികയിലെ മുഖമില്ലാത്ത ഉടായ്പകൾ, വീട്ടുപേരിന്റെ സ്ഥാനത്ത് ലക്ഷണമൊത്ത വട്ടപൂജ്യങ്ങൾ, അച്ഛന്റെ പേര് HIJK LMNO, ഒറ്റ മണ്ഡലത്തിൽ മാത്രം കയ്യോടെ പിടിച്ച കള്ളങ്ങളാണ്. പോയി ഓത്തെടുക്കുന്ന അവതാ പറയാതെ രാജ്യത്തിന് വേണ്ടത് മറുപടിയാണ്. അല്ലാതെ മറുപടിയില്ലാത്ത വെപ്രാളത്തിൽ വാക്കുവിലക്കാൻ അകത്തിട്ടുകളെന്ന് വിരട്ടാണെങ്കിൽ അധികാരക്കുന്നിലെ കാവിത്തമ്പ്രാക്കളെ നിങ്ങൾക്ക് ആളുമാറിയതാണ്. അന്വേഷണ ഏജൻസികൾ ആഞ്ഞിറങ്ങിയിട്ട് വിറയ്ക്കാത്തവനാണ്. അവന്റെ ഭാഷ ഈ രാജ്യത്തിന്റെ ഹൃദയം തൊട്ട ഭാഷയാണ്. ആയുധം ഈ ചുവന്ന പുസ്തകമാണ്. ആ ഞരമ്പിലെ ചോര പേടി തീണ്ടാത്ത രക്തസാക്ഷി ചോരയാണ്. അല്ലാതെ രാഷ്ട്രീയ പൈതൃകം മാപ്പെഴുത്തിന്റെ പെഡിഗ്രി അല്ല. അതാണ് സംഘികളെ പറയാനുള്ളത്. നിങ്ങൾ ഈ കളിയാക്കുന്ന രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, രക്തസാക്ഷികളുടെ തറവാട്ടിൽ നിന്ന് വന്നതാണോ? അതായത് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത രക്തസാക്ഷികളുടെ തറവാട്ടിൽ നിന്ന് വന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ ഷൂന്നക്കിട്ട് മാപ്പവീശിച്ച ആൾക്കാരുടെ പരമ്പരയിൽ നിന്ന് വന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കും, നിങ്ങൾക്ക് പേടിയുണ്ട്. ആ പേടി മാറ്റാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ കള്ള പരാതികൾ കൊടുക്കും, കേസ് എടുപ്പിക്കും, എന്നിട്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ കളിയാക്കും. കളിയാക്കി അവസാനമുള്ള ചാണക സംഘികളെ നിങ്ങൾ കാണും. നിങ്ങളുടെ കൺമുന്നിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന് നിൽക്കുന്ന ചിത്രം കണ്ടിട്ടേ നിങ്ങളെ നമ്മൾ വിടും. ഉളുപ്പില്ലാത്ത ചാണക സംഖ്യയോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, ഷൂന്നക്കി മാപ്പ് പറഞ്ഞ ആൾക്കാരുടെ പിന്തലമുറയല്ല രാഹുൽ ഗാന്ധി. അത് രക്തസാക്ഷിയുടെ പിൻതലമുറയാണ്. രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത രക്തസാക്ഷികളുടെ പിൻതലമുറ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചാണക സംഖ്യയുടെ അണ്ണാക്കി കൊടുത്തു എന്നുള്ള സന്തോഷത്തോടുകൂടി എന്റെ ഒരു നല്ല സുലാൻ.